ഗവർണർ മുഖ്യമന്ത്രി ആ ഒരു പോര് ആ ഒരു ശീതസമരം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഗവർണറും മുഖ്യമന്ത്രിയും നേർക്കുനേർ വന്നത്. ഒരേ വേദിയിൽ, പക്ഷേ മുഖം കൊടുക്കാതെയായിരുന്നു ഇവരുടെ സമീപനം. മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു, ഗവർണർ പങ്കെടുത്തിരുന്നു, മറ്റ് മന്ത്രിമാർ പങ്കെടുത്തിരുന്നു. രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു. ഏത് തരത്തിലായിരുന്നു ഈ രണ്ടുപേരുടെയും ഈ മുഖഭാവങ്ങൾ, ശരീരഭാഷകൾ ആ ഒരു സമയത്ത് പ്രകടമായിരുന്നത്? സുരേഷ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയമായി നിലവിൽ സർക്കാർ ഗവർണർ പോര് മുറുകുകയാണ്. അതൊരു മറ്റ് തലത്തിലേക്ക് കടക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇന്നലെ രാജ്ഭവൻ വേദിയായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിസഭയിലെ തന്നെ രണ്ട് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ്, ആ ചടങ്ങിന് ഒരു ഇടവേളയ്ക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും നേർക്കുനേർ എത്തുന്നു, വേദിയിലെത്തുന്നു. സാധാരണഗതിയിലാണെങ്കിൽ ഗവർണർ ആദ്യം തന്നെ ഈ വേദിയിലെത്തി മറ്റ് ആളുകളുമായി ഒക്കെ തന്നെ സംവദിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ അതിഥികളും വേദിയിലെത്തിയതിനു ശേഷമാണ് ഗവർണർ ആ ഒരു സത്യപ്രതിജ്ഞ വേദിയിലേക്ക് എത്തുന്നത്. വേദിയിലെത്തിയപ്പോഴും എത്തിക്കഴിഞ്ഞ് ചടങ്ങുകൾ അവസാനിച്ച് ദേശീയഗാനത്തിന് ശേഷവും അദ്ദേഹം മടങ്ങിയത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രി എത്തുമ്പോഴും മറ്റു മന്ത്രിമാരും ഒക്കെ എത്തുമ്പോൾ ഹസ്തദാനം കൊടുക്കാറുണ്ട്, മുഖത്തോട് മുഖം നോക്കാറുണ്ട്, അഭിവാദ്യം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കാഴ്ചകളും ഇന്നലെ രാജ്ഭവനിൽ മുഖ്യമന്ത്രിയുമായി കാണാനായില്ല എന്നുള്ളതാണ്. ഒരേ വേദിയിൽ രണ്ടുപേർ രണ്ട് ധ്രുവങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന കാഴ്ചകളാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് അവിടെ ദൃശ്യമായിട്ടുള്ളത്. അതുമാത്രമല്ല, നമുക്കറിയാം ഗവർണർ സർക്കാർ പോർ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. സർവകലാശാല ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള നിരവധി ബില്ലുകളിൽ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ വലിയ രീതിയിൽ പോര് നടത്തുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഉൾപ്പെടെ ഗവർണറെ മാറ്റണം, ഗവർണർ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്തയച്ചൊരു പശ്ചാത്തലം നിൽക്കുന്നുണ്ട്. ഒരു ഭരണഘടനാ തലവനും ഭരണത്തലവനും നേർക്കുനേർ വരുമ്പോൾ അവർ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ അവർ സ്വാഭാവികമായും നടത്തേണ്ട ഒരു രീതിയിലുള്ള അഭിവാദ്യ പ്രകടനങ്ങളും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ചുരുങ്ങിയ സമയം സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നു, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കി ഗവർണർ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്നെന്തായാലും മുംബൈ, ഡൽഹി ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലെ വിവിധ പരിപാടികൾക്കായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചു പോകും. അദ്ദേഹം ഒരുപക്ഷെ രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളം വരെ എത്തുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം AKG സെന്ററിന് സമീപത്ത് വെച്ചാണ് SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചത്. മതിയായ പോലീസ് അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അവരെ തടയാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാഹനങ്ങളിലെല്ലാം തന്നെ കരിങ്കൊടി കാണിച്ച് വാഹന വ്യൂഹമെല്ലാം പോയതിനു ശേഷമാണ് SFI പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസ് നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മേഖലകളിൽ, കൂടുതൽ പ്രദേശങ്ങളിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രയോഗവും പ്രതിഷേധവും SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. നമുക്ക് ഈ സാധാരണ ഏത് തരത്തിലുള്ള വാക്തർക്കങ്ങൾ ഉണ്ടായാലും പിണക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഒരു പൊതുചടങ്ങിൽ, ഒരു പൊതുവേദിയിൽ പരസ്പരം കൈകൊടുത്ത് സൗഹാർദ്ദം പുതുക്കുന്ന ഒരു സമീപനമാണ് കണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾക്കത് കാണാൻ സാധിച്ചില്ല. ശാലിനി പറഞ്ഞതുപോലെ തന്നെ മുഖത്തോടും മുഖം നോക്കാതെ അല്ലെങ്കിൽ മുഖം തിരിച്ച് തന്നെയാണ് രണ്ടുപേരും ഇരുന്നത്. അവരുടെ ശരീരഭാഷ, മുഖഭാവങ്ങൾ അത്രത്തോളം ആ ഒരു അകൽച്ച പ്രകടവുമായിരുന്നു. ഏതായാലും ഈ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ് SFI പ്രവർത്തകരെ, SFI വിദ്യാർത്ഥികളെ കൊണ്ട് ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങളും നടത്തുന്നത് എന്നുള്ള വിമർശനം തന്നെയാണ് ഗവർണർ ഉന്നയിച്ചിരുന്നത്. അതായത് മുഖ്യമന്ത്രിയാണ് തനിക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നിലെന്നുള്ള നിലപാട് ഗവർണർ ഇപ്പോഴും ആവർത്തിക്കുകയാണ് എന്ന് വ്യക്തമാണ്. അതായത് ഈ ഒരു ശീതസമരം അല്ലെങ്കിൽ ഈ ഒരു പോർവിളി തുടരും. തൽക്കാലം അടുത്ത കാലത്തൊന്നും ഒരു ശമനം ഉണ്ടാകില്ല. ഇരുതരത്തിലായാലും സ്വജനപക്ഷപാതം മുഖ്യമന്ത്രി നടത്തുമ്പോൾ, സ്വജനപക്ഷപാതം സർക്കാർ നടത്തുമ്പോൾ അതിനോട് ഒരു സന്ധിയുമില്ല. നിലപാട് മയപ്പെടുത്താതെ, സർക്കാർ നിലപാട് മയപ്പെടുത്താതെ താനും നിലപാട് ഒരു തരത്തിലും മയപ്പെടുത്തില്ല എന്ന് വ്യക്തമാക്കുക തന്നെയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ?
സുരേഷ്, അത് തന്നെയാണ് കാരണം. രണ്ടുപേരും തമ്മിലുള്ള ശീതയുദ്ധം അത് മറന്നേക്ക് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു ശീതയുദ്ധത്തിന് ഇന്നലത്തെ വേദി താൽക്കാലിക വിരാമം കുറിക്കുമെന്നുള്ളതായിരുന്നു ഏറെ മാധ്യമങ്ങളും രാഷ്ട്രീയ കേരളവും ഒക്കെ ഉറ്റുനോക്കിയത്. പക്ഷേ അത് കുറച്ചുകൂടി കടുത്തത് മാത്രമാണ് നമുക്ക് ഇന്നലെ അവിടെ കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തനിക്കെതിരെ SFI പ്രവർത്തകരെ വിടുന്നത്, പ്രത്യേകിച്ച് SFI ഗുണ്ടകൾ എന്ന് തന്നെ അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. SFI ഗുണ്ടകളെ തനിക്കെതിരെ ഇറക്കി കരിങ്കൊടി കാണിക്കാനും തന്നെ ആക്രമിക്കാനുമുള്ള നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള നിലപാട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിച്ച് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കിനി ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ജനുവരിയിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോകുന്നുണ്ട്. ഒരു പുതിയ വർഷത്തിൽ സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായത് അതിൽ നയപ്രഖ്യാപനം അവതരിപ്പിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ് അവതരിപ്പിക്കേണ്ടത്. ആ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കേണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ നയപ്രഖ്യാപന പ്രസംഗം ഏത് രീതിയിലായിരിക്കും, അതിന് ഗവർണർ അനുമതി നൽകുമോ, അത് ഗവർണർ ആ നയപ്രഖ്യാപന പ്രസംഗത്തിന് നിയമസഭയിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെയാണ് ഇനി ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, പൗരത്വ നിയമമൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ നടന്ന നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ എതിർപ്പ് അദ്ദേഹം അറിയിച്ചതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വലിയ രീതിയിലുള്ള തർക്കങ്ങളും ഒക്കെ ആ നയപ്രഖ്യാപന സമയത്ത് കണ്ടതുമാണ്. സമാനമായൊരു സാഹചര്യം, സമാനമായൊരു തർക്കം ഗവർണറും സർക്കാരും തമ്മിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ഒരു രീതിയിലുള്ള അയവും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് രാജ്ഭവനിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്.